إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസി വിശ്വാസി സഹോദരന്മാർ,
ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പ്രതി സന്ദർഭത്തിലും പാലിച്ചിട്ട് ജീവിക്കുമോ സ്വന്തത്തെ മറക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും വസിയത്താക്കിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവന്റെ പേടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ തഖ്വയുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഉൾപ്പെടുത്തിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്ന മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസിയായോ ഞങ്ങളെ സംബന്ധിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കേ ചൊല്ലത് ഓരോ വിശ്വാസിനും ബാധ്യതയിലിരിക്കുന്ന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പാടിക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ചില നാളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത ചൊല്ലുന്നു. ചില ദിനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത ചൊല്ലുന്നു. അതേപോലെ ചില ജാഗയിൽ ചില സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത ചൊല്ലുന്നു. അതെല്ലാം അതിനെ ആദരിക്കുന്നതും അതിനെ ബഹുമാനിക്കുന്നതും ഓരോ വിശ്വാസിമാരും അങ്ങനെ വിശ്വാസത്തെ ഭാഗവഹിക്കുക സ്വന്തം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്നത് നമ്മ ഇപ്പൊ ഉള്ളതായ റജബ് തിങ്കൾ സ്വന്തം വിശുദ്ധ ഖുർആൻ അതിന്റെ വിഷയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാടിത്തത് കാണാൻ സാധിക്കും. സൂറത്ത് തൗബ അതിന്റെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. الله سبحانه وتعالى إن عدة الشهور عند الله 12 شهرا. الله سبحانه وتعالى രേഖപ്പെടുത്തിയതോ അനുസരിച്ചിട്ട് അല്ലാഹുവിനെ മുട്ട തിങ്ങളുടെ കണക്ക് சொல்றது അത് 12 يوم خلق السماوات والأرض ആകാശ ഭൂമിയെ സൃഷ്ടിച്ചത് മുതൽ അല്ലാഹുവിനെ മുട്ട തിങ്ങളുടെ കണക്ക് சொல்றது 12 മിൻഹാ അർബഅത്തുൻ ഹുറും അതിൽ 4 തിങ്ങൾ പവിത്രമായിട്ടുള്ള തിങ്ങളായിരിക്കും. ذلك الدين القيم അതായിരിക്കും നേരായ ചൗക്കയായ വക്രതയില്ലാത്ത ദീൻ. فلا تظلموا فيهن أنفسكم ഈ തിങ്ങളിൽ പവിത്രമായിട്ടുള്ള ഈ ഒരു തിങ്ങളിൽ നിങ്ങൾ നഫ്സുറത്തിക അക്രമാപൂർത്തിയ സ്വന്തത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാടിക്കാം. അപ്പോൾ 4 തിങ്ങൾ പവിത്രമായിട്ടുള്ള തിങ്ങളായിരിക്കും. ഏതെല്ലാം? മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ.
ഇതെല്ലാം പവിത്രമായിട്ടുള്ള തിങ്കളെത്തിക്കൊരു യുദ്ധ ഹറാമാക്കിയോ തിങ്കളെത്തിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ തിങ്കൾ சொல்ற நிழல் റജബ് തിങ്കൾ പവിത്രത അത് ഉൾക്കൊള്ളുന്നു, അതിനെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഞങ്ങളുടെ ബാധ്യതയ്ക്ക് സ്വന്തത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചത് ആദരിക്കലെ சொல்றது, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിക്കലെ சொல்றது, അത് വിശ്വാസത്തെ ബാധ്യതയ്ക്ക് സ്വന്തത്തിലേക്ക് ഖുർആൻ சொல்லுന്നു. സൂറത്തുൽ ഹജ്ജിൽ 32ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു ذلك ومن يعظم شعائر الله فإنها من تقوى القلوب ذلك ومن يعظم شعائر الله അല്ലാഹു മതചിഹ്നത്തോ ബഹുമാനിക്കറാ ആദരിക്കറാ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് അവന്റെ ഹൃദയത്തിൽ തഖ്വ ഉണ്ട് சொல்றது അടയാളത്തിക്കற സ്വന്തത്തിക്കற അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെളിപ്പാട് തന്നു. അപ്പോൾ ഈ തിങ്കളോ നമ്മൾ ആദരിച്ചില്ലെങ്കിൽ, ഈ തിങ്കളോ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ, ഈ തിങ്കളുടെ പവിത്രത അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ തഖ്വയുണ്ട്. ആ തഖ്വയിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടായിരാ, കുറവുണ്ടായിരാ, വക്രത ഉണ്ടായിരാ സ്വന്തം ഞങ്ങൾ പരിശോധിക്കണം സ്വന്തം. ഈ ആയത്തെല്ലാം ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ പിന്നെ നമുക്ക് സ്വന്തം സൂറത്തുൽ മാഇദ 2ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ لا تحلوا شعائر الله ولا الشهر الحرام يا أيها الذين آمنوا ستر الشواسي لا تحلوا شعائر الله الله مدسنته نيا ورقتهم أناركم ديرا ولا الشهر الحرام الله قبيل ماكيه തിങ്ങൾറുണിയ അനാദരിക്കുക തീരാൻ സ്വന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് വെളിപ്പാടി തന്നു. അപ്പോൾ വേറെ തിങ്ങളുടെ കാട്ടി യാർ ശ്രദ്ധയോടുകൂടി കാണുവാനായി തിങ്ങളെത്തിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയതായ വിരോധിച്ചതായ കാര്യത്തിൽ നിന്ന് പരിപൂർണമായിട്ടും വിട്ടുനിന്നിട്ട് അല്ലാഹു കൽപ്പിച്ചതായ ആ ഒരു നന്മ മുന്നോട്ട് കൊണ്ടുപോകൂ, അതിനെ സജീവമാക്കൂ, ഈ തിങ്കളിൽ അയത്ര നന്മാക്കൂ, നമുക്ക് സാധിക്കണോ സ്വന്തം സഹോദരന്മാർ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ അതിലെ 217ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യസ്അലൂനക അനിൽ ശഹ്റിൽ ഹറാം ഖിതാലിൻ ഫീഹി ഖുൽ ഖിതാലുൻ ഫീഹി കബീർ യസ്അലൂനക അനിൽ ശഹ്റിൽ ഹറാം. നബിയെ നിങ്ങളോട് ആൾമാർ കേൾക്കുക, ആ പവിത്രമാക്കിയ തിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് കേട്ടെടുക്കാൻ, ആ തിങ്ങളുടെ യുദ്ധത്തെ വിഷയത്തിൽ നിങ്ങൾക്ക് കേട്ടെടുക്കാൻ നബിയെ നിങ്ങൾ ചൊല്ലു കൊടുക്കുന്നു. അതെ, ഈ തിങ്ങളുടെ യുദ്ധം യുദ്ധാക്കരെ சொல்றது അത് വലിയ അപരാധത്തിനുള്ള സ്വന്തം നബിയെ നിങ്ങൾ ചൊല്ലു കൊടുക്കുന്നു സ്വന്തം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം का സുന്നത്തുള്ളത് വിശുദ്ധ ഖുർആൻ സ്വന്തു ഫലാ തദ്രിമു ഫീഹിന്ന അൻഫുസകും. ഈ തിങ്കളിൽ നിങ്ങളുടെ നഫ്സ് ഒട്ടിയ അന്യായമാക്കുക, അക്രമമാക്കുക. ഈ ഒരു ആയത്ത് വിശദീകരിക്കുന്ന മഹാനായ ഇമാം ഖതാദ റഹിമഹുല്ലാഹ് ചൊല്ലു ഇന്ന ദുൽമ ഫിൽ അശ്ഹുരിൽ ഹറം أعظم خطيئة وبزرا من الظلم فيما سواها.
ഇന്ന ദുൽമ ഫിൽ അശ്ഹുരിൽ ഹറം, ഈ തിങ്കളിൽ നീ ആക്രതായ തിന്മ, അക്രമം சொல்றது, അനീതി சொல்றது, അത് വേറെ തിങ്കളിൽ നീ ആക്ര തിങ്കളെ കാട്ടിയാ ഗൗരവമുള്ളതായിരിക്കും, ഗുരുതരമുള്ളതായിരിക്കും. وإن كان الظلم على كل حال عظيما, അതേ വേറെ തിങ്കളിൽ അക്രമാക്കിയെങ്കിൽ തിന്മാക്കിയെങ്കിൽ അതിന് കുറ്റമുണ്ട്, അതിന് ശിക്ഷയുണ്ട്. ആയങ്ക അള്ളാഹു പവിത്രമാക്കിയ തിങ്കളിൽ നീ തിന്മാക്കിയെങ്കിൽ അത് വലിയ പാതകത്തിக்கிறேன். മഹാനായ ഇമാം ഖതാദ റഹിമഹുല്ലാഹ് നമുക്ക് പഠിപ്പാടി തന്നു. അത് മാത്രമല്ല സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായ നിർബന്ധ കർമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി തന്നതായ സുന്നത്തായ കർമ്മ അതെല്ലാം ആക്കിയിട്ട് ഈ തിങ്കൾ സജീവമാക്കാൻ നമുക്ക് സാധിക്കും. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പിന്നം ചൊല്ലുന്നു, അൽ അമലു സാലിഹ് അഅ്ദമു അജ്റൻ ഫിൽ അശ്ഹുരിൽ ഹറം. അതേ ഈ തിങ്കളിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള സാലിഹായ സൽക്കർമ്മ അതാവട്ടെ ആക്രാമം തായെങ്കിൽ അഅ്ദമു അജ്റ, അത് അന്ത് മഹത്തരമായിട്ടുള്ള പ്രതിഫലം ഉണ്ട് സ്വന്തം. ഇതായിരിക്കും റജബ് തിങ്കളുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനായി, നമ്മൾ സ്വീകരിക്കാനായി നിലപാട് സ്വന്തം. ഇതായിരിക്കും പ്രമാണം നമുക്ക് വെളിപ്പാടി തന്നു. അതിന്റെ ഇന്ന് റജബ് തിങ്കളുടെ വിഷയത്തിൽ നമ്മുടെ സമൂഹത്തിൽ പല രൂപത്തിലുള്ള അനാചാര വിദഗ്ധെല്ലാം சொல்றது, അത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത് നാം കണ്ടുപോകുന്നു. സോഷ്യൽ മീഡിയയിൽ റജബ് തിങ്കളുടെ വിഷയത്തിൽ എന്തെല്ലാം അനാചാരങ്ങളുണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടും അവിടെ എത്തിക്കുന്നത് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അയാൾ சொல்றതായ പൽക്ക നമുക്ക് തിരിച്ചറിയാൻ സാധ്യതയുള്ളൂ. അയാൾ சொல்றു തബ്ഈനിൽ അജബ് ബിമാ വറദ ഫീ ഫദ്ൽ റജബ് சொல்ற കിതാബ്. അയാളുടെ ആ ഒരു കിതാബിൽ അയാൾ சொல்றു വലം യർദ് ഫീ ഫദ്ൽ ശഹ്ർ റജബ്. അതേ റജബ് തിങ്കളുടെ മഹത്വത്തിന്റെ വിഷയത്തിൽ, ഫദ്ലിന്റെ വിഷയത്തിൽ சொல்றതായി എന്തെല്ലാം ഉണ്ട്, ഒരു രേഖ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. വല ഫീ സിയാമിഹി വല സിയാം ശൈഇൻ മിൻഹു മുഅയ്യൻ. അതേ ആ തിങ്കളിൽ പ്രത്യേകമായിട്ടുള്ള നോമ്പിന്റെ വിഷയത്തിൽ അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. വല സിയാം ശൈഇൻ മിൻഹു മുഅയ്യൻ. റജബ് തിങ്കളുടെ പ്രത്യേകമായ നാൾ നിർണയിച്ചിട്ട് ആ നിർണയിച്ചതായ നാളില് പ്രത്യേകമായ നോമ്പ് പിടിക്കുന്ന சொல்றதாയ റജബ് 27 നോമ്പ് പിടിക്കുന്ന சொல்றതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അയാൾ சொல்றது വലാ ഫീ ഖിയാം ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി. ഈ റജബ് തിങ്കളുടെ ചില പ്രത്യേക നാളിൽ പ്രത്യേക നിസ്കാരം சொல்றாங்க. ആ നിസ്കാരത്തെ വിഷയത്തിൽ சொல்றோம் നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള നിസ്കാരം சொல்றது അവിടെ നമുക്ക് ക്രോഡീകരിക്കപ്പെട്ടതായിട്ട് രേഖയിൽ കാണാൻ സാധ്യമല്ല. ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. അതേ സ്വഹീഹായ ഒരു ഹദീസ് പോലും പ്രമാണത്തിൽ എടുക്കുന്ന ഒരു രേഖ പോലും ഇതിന്റെ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല. സന്ദേഹിക്കുന്ന മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് നമുക്ക് വെളിപ്പാടി തന്നു. അപ്പോൾ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാക്കാത്ത അമൽ ഈ ഒരു റജബ് തിങ്കളിൽ എങ്ങനെ എത്തിക്കാൻ നമുക്ക് ആക്കുക സാധ്യമാവും. അത് ഇതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുഹു ഫഹുവ റദ്ദ്. ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ആരാവട്ടു ഒരു അമലാക്കി എന്തായി നങ്ങനെ കൽപ്പനകൾ ഇല്ലാത്തതായ കാര്യ ആരാവട്ടു ദീനിൽ കൊണ്ടുവന്ന് എന്തായി ദീനിൽ പുതിയതായിട്ട് അമലാക്കി എന്തായി ഫഹുവ റദ്ദ്. അത് അവർ തള്ളപ്പെടുമോ
അതിൽ നിന്ന് അവനെ വിട്ടുനിൽക്കുന്നു, തിരസ്കരിക്കുന്നു സ്വന്തം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടുകൾ. അതുകൊണ്ട് സഹോദരന്മാരെ, ഏത് അമലാക്കുമ്പോഴും ഏത് പ്രവർത്തനാക്കുമ്പോഴും അതിൽ കൂടി കിട്ടണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിലെത്തിക്കും. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടിലെത്തിക്കും. മാത്രമല്ല റജബ് തിങ്കളുടെ വിഷയത്തില് ചൊന്ന അന്ധവിശ്വാസ നമുക്ക് കാണാൻ സാധ്യവും. അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. ആദ്യമായിട്ട് ഫസ്റ്റ് റജബ് തിങ്കളുടെ അറിയിക്കാറ ಅವರಿಗೂ ನರಕത്തിൽ നിന്ന് ಮೋಚನമുണ്ടോ, ನರಕ ನಿಷಿದ್ಧ ಇದಕ್ಕೆ சொல்ற ஹதீஸ் சொல்ற ವ್ಯಾಪನ ಅದು ಸಮೂಹದಿಂದ ವ್ಯಾಪಿಸೋದು ಎಂದು ಇದಕ್ಕೆ ಅದರ ವಿಷಯದಲ್ಲಿ ನಾವು മനസ്സിലാക്കണേ. നോക്കൂ, അതിന്റെ ഈ ഒരു ഹദീസ് വിഷയത്തിൽ പണ്ഡിതന്മാർ சொல்றോ റജബിലെ ഫളന്റെ വിഷയത്തിൽ പണ്ടതായി എന്തെല്ലാം ഹദീസ് ഉണ്ട്. അത് ഒന്നെങ്കിൽ കഥ വൈദികം, അല്ലെങ്കിൽ അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയത് പുതിയതായിട്ട് കൊമന്നത് മൗദൂആയ ഹദീസ്, ഒന്നെങ്കിൽ അത് ദഈഫ് ഹദീസ്, അല്ലെങ്കിൽ അത് മൗദൂആയ ഹദീസ് ഹദീസ് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് പഠിപ്പാടുന്നു. അപ്പൊ ഈ ഒരു ഹദീസ് ദുർബല നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല റജബ് തിങ്ങൾക്ക് വേറെ തിങ്ങൾക്ക് ഇല്ലാത്തതായ ശ്രേഷ്ഠത മഹത്വം ചില ആൾമാർ കൊടുക്കുന്നത് കാണാൻ സാധ്യവും. റജബ് തിങ്ങൾക്ക് ചില പ്രത്യേക ആചാര അങ്ങ് ആചരിക്കുന്നത് കാണാൻ സാധ്യവും. ഇങ്ങനെയുള്ള ആചാരമെല്ലാം ഇതെല്ലാം ജാഹിലിയ്യ കാലത്തെ പ്രവർത്തനത്തിൽ സ്വന്തം പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പാടുത്തോ. റജബ് തിങ്ങളോ ചില ആൾമാർ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ചില ആൾമാർ നോമ്പ് പിടിക്കുക. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനത്തെ சொல்றതായ വിഷയമുണ്ട്. حتى يضعوها في الجفان ويقول كلوا فإنما هو شهر كان يعظمه أهل الجاهلية. നിങ്ങൾ എന്താക്കോ, നിങ്ങൾ തിന്നോ നോമ്പ് പിടിക്കൂ. കാരണം എന്തോ ഇങ്ങനെയുള്ള പ്രവർത്തന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടാത്തതായി ഇങ്ങനെയുള്ള പ്രവർത്തന சொல்றது ഇത് ജാഹിലിയ കാലത്തെ ആൾമാർ ആക്കിവെക്കുന്നതായ പ്രവർത്തനം. അതുകൊണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കൂ, തിന്നോ സ്വത്തു ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം കൊടുക്കുന്നു. അതേപോലെ ചില ആൾമാർ சொல்றது കാണാം റജബ് തിങ്കളിലെ ഇസ്രാ മിഅ്റാജ് നടന്നു. അതുകൊണ്ട് അതിനെ ആചരിക്കാനായിട്ട് ആ തിങ്കളിലെ സഹോദരന്മാർ പ്രമാണത്തെ രേഖയിൽ ഒരു രേഖ പോലും സ്ഥിരപ്പെട്ടതായിട്ട് മിഅ്റാജ് ഇന്ന നാളിൽ നടന്നതായിട്ട് റജബ് 27 നടന്നതോ ചൊല്ലുന്നതായ ഒരു രേഖ പോലും നമുക്ക് പ്രമാണത്തിൽ കാണുവാൻ സാധ്യമേ അല്ല. അതേപോലെ ചില ആൾമാർ சொல்றது കാണാം റജബ് തിങ്കളിലേക്ക് പ്രത്യേകമായിട്ട് അവർ റജബ് തിങ്കളിൽ ഉംറ ആക്കിയെങ്കിൽ ആ ഉംറത്തിൽ പ്രത്യേകമായിട്ടുള്ള കൂലി കൊണ്ട് സ്വന്തം ചില ആൾമാർ പ്രചരിപ്പിക്കും. നോക്കൂ, മഹാനായോ മഹദിയായോ ഞങ്ങളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അതിന്റെ വിഷയത്തിൽ சொல்லுന്നു മഅ്തമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബ് ഖത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് തിങ്കളിൽ ഉംറ നിർവഹിച്ചിട്ടേ ഇല്ല എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പാടി തന്നു. അതേപോലെ അത് ആഗ്രഹ അങ്ങനെ ആഗ്രഹ സഫലീകരണത്തിനുള്ള ഒരു നിസ്കാര സ്വത്തുകൾ. ഈ നിസ്കാരത്തെ വിഷയത്തിൽ മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് சொல்றோம். ആരെയും ഇമാം നവവി റഹിമഹുല്ലാഹ് രണ്ടാം ഷാഫി സ്വത്ത് അറിയപ്പെട്ടതായ ലോകത്ത് അറിയപ്പെട്ടതായ മഹാപണ്ഡിതയ്ക്ക് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് സഹീഹ് മുസ്ലിം ശരഹിയതായ മഹാപണ്ഡിത ഇമാം നവവി റഹിമഹുല്ലാഹ് അയാൾ ഈ വിഷയത്തിൽ சொல்றது കാണാൻ സാധ്യമാണ്. അസ്സലാത്തുൽ മഅറൂഫ ബിസ്സലാത്തി الرغائب وهي 12 ركعة تصلي بين المغرب والعشاء ليلة أول جمعة في رجب. അതെ, ആ സ്വലാത്തുൽ റഗായിബ് சொல்றது 12 റക്അത്ത് നിസ്കാരത്തിക്ക് തുസല്ലി ബൈനൽ മഗ്രിബ് വൽ ഇശാ
ليلة أول جمعة في رجب തിങ്കളോ ഫസ്റ്റ് ജുമഅണ്ട് മഗ്രിബും ഇശായും ഇടൽ നിസ്കരിക്കുന്നതായ 11 റക്അത്തുകളുടെ നിസ്കാരത്തിൽ സ്വലാത്ത് റഗായിബ് സംതരിയപ്പെട്ടു. അതേപോലെ വസലാത്തു ലൈലത്തി നിസ്ഫു ശഅബാൻ 100 റക്അ وهاتان الصلاتان بدعتان ومنكران قبيحتان. ഇതേ വിഷയത്തിൽ ഇമാം നബവി റഹിമഹുല്ലാഹ് சொல்றோம். അതേപോലെ ശഅബാനിലോ 15 100 റക്അത്തുകളുടെ നിസ്കാരം ഇതൊന്നും ഇത് രണ്ടും എന്തിരിക്കൽ അസ്സലാത്താൻ ബിദ്അത്താൻ ഇത് രണ്ടും ബിദ്അത്തൈതിക ഇത് രണ്ടും ബിദ്അത്തൈതിക വമുൻകറാൻ മുൻകറൈതിക വിരോധിക്കപ്പെട്ട നിസ്കാരൈതിക. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടാത്ത നിസ്കാരത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാതെ പഠിപ്പാട്ടാത്തതായ നിസ്കാരൈതിക. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടാത്ത നിസ്കാരം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടാത്ത നിസ്കാരം. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടാത്ത നിസ്കാരൈതിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും ളലാലത്തിൻ അത് വഴികേടായിരിക്കും, എല്ലാ ളലാലത്തും അത് നരകത്തിലേക്ക് സ്വന്തമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാടി തന്നു. അപ്പോൾ ഇത്തരം വിഷയം നിങ്ങൾ ആക്കൊണ്ടുപോകും നിങ്ങൾ എന്തിനാണ് പ്രമാണ സ്വന്തം നിങ്ങൾ മനസ്സിലാക്കും. അതേപോലെ ചില ആൾമാർ ചൊല്ലോ റജബ് തിങ്കളിൽ അതീറ ചൊല്ല പേരിൽ ഒരു അറിവ് കൊടുക്കുന്നതായ നമുക്ക് കാണുമ്പോൾ സാധ്യത. അത് അതേ വിഷയത്തിൽ പണ്ഡിതന്മാർ അത് ഹറാമായിരിക്കും സ്വന്തമായിരിക്കണം. അതുകൊണ്ട് സഹോദരന്മാർ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ തിരിച്ചറിയും ഏതൊരു പ്രവർത്തന ഏതൊരു അമലാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയായത് അങ്ങനെ അമൽ അത് സ്വീകരിക്കണം. രണ്ട് നിബന്ധന അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ആക്കിയതായ പ്രവർത്തന അത് കബൂലാക്കണമെങ്കിൽ അതിന് രണ്ട് നിബന്ധന ഉണ്ട്. ഒന്നാമത്തേത് ഇഖ്ലാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും പ്രതിഫലവും ഉദ്ദേശിച്ചുകൊണ്ടാണ് അമലാക്കണം. ഇത് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തേത് മുതാബഅത്തു സുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയിരിക്കും. ഇത് രണ്ടുമില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടാത്തതുണ്ടായെങ്കിൽ അതേപോലെ ഇഖ്ലാസ് നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഇല്ലാതായെങ്കിൽ അതെല്ലാം ബാത്തിലേക്ക് ആ പ്രവർത്തനമൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. സ്വന്തമായിരിക്കും. നോക്കൂ, ഒറ്റ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സന്നിധിയിൽ ഒരാള് തുമ്മിത്താമത്തുന്നു അൽഹംദുലില്ലാഹ് ചൊല്ലു. അൽഹംദുലില്ലാഹ് ചൊല്ലിപ്പാട്ട് അതിൽ പിന്നെ ചൊല്ലു അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് ചൊല്ലു ആരാക്കി ചൊല്ലു. ഇത് കേട്ടാമത്തു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു ഹകദ മാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പഠിപ്പാട്ടാണ്. തുമ്മിത്താമത്തു അൽഹംദുലില്ലാഹ് അതിനെത്തിക്കണേ നബിയുടെ മേലെ സ്വലാത്ത് ചൊല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടില്ല. അപ്പൊ ഈ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിഷയത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് വിരോധി ചൊല്ലുന്ന അയാളുടെ വിഷയത്തിൽ ചൊല്ലാൻ സാധ്യം ഒരിക്കത്തുമില്ല. അപ്പൊ ഒരു അമൽ സ്വീകരിക്കണമെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടിയിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയിരിക്കും. അതല്ലാതെ എല്ലാം ബിദ്അത്തിലേക്ക് സ്വന്തം മനസ്സിലാക്കും. അപ്പൊ ബിദ്അത്ത് ആരാക്കാന നാളെ പരലോകത്തിൽ ആ ബിദ്അത്ത് ആക്കിയവൻ അവന്റെ എല്ലാ അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരാക്കി കളയുന്ന സ്വന്തമായിരിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാടി തന്നു. അതുകൊണ്ട് ഏത് അമലാക്കുമ്പോഴും പ്രമാണബദ്ധമായി അമലാക്കണം. കാരണം ഈ ദീൻ சொல்றது പ്രമാണബദ്ധമായി ദീനൈതിക്കരുത്. അപ്പൊ പ്രമാണബദ്ധമല്ലാത്ത ഒന്നും ഞങ്ങൾ വിശ്വസിക്കില്ല, ഞങ്ങൾ അനുഷ്ഠിക്കില്ല, ഞങ്ങൾ ആചരിക്കില്ല, ഞങ്ങൾ അതിനെ ജീവിതത്തിൽ കൊണ്ടില്ല. സ്വന്തം വിശ്വാസ ആ ഒരു വിശ്വാസ ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടതായി
ഈ വിശ്വാസത്തെ പ്രത്യേകത. ആ പ്രത്യേകതയെ ഞങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിട്ട് നല്ല രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ട് എന്തുകൊണ്ട് അതിന്റെ ജീവിതത്തിൽ കൊമണ്ടതായ വിശ്വാസമായ കൂട്ടത്തിലെ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. വിശ്വാസി സഹോദരൻ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമനിർദ്ദേശനത്വം വിധിവിലക്കും ജീവിതത്തെ പ്രതി സന്ദർഭത്തോളം പാലിച്ചിട്ട് ജീവിക്കും സ്വന്തത്തെ മറക്കാത്ത നിങ്ങൾ ഓരോരുത്തരെയും വസിയത്താക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. സാധാരണത്തിൽ ഞങ്ങളുടെ റായത്തിൽ റജബ് തിങ്കളാകുമ്പോൾ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇങ്ങനെ ഇരിക്കും: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അതിനർത്ഥം അല്ലാഹുവേ റജബ് തിങ്കളിലും ശഅബാൻ തിങ്കളിലും നമുക്ക് നീ ബർക്കത്ത് ചോട്ടി താറപ്പ് വബല്ലിഗ്നാ റമളാൻ. റമളാനിൽ നന്റെ നീന് ജീവിക്കുമെങ്കിൽ തൗഫീഖ് നമുക്ക് താറപ്പ് ചോട്ടുള്ളതായ ദുആ ഇരിക്കും. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിൽ ചോട്ടേക്ക് ആൾക്കാർ പ്രചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസ് ദഈഫായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടാത്ത ഒരു കാര്യം അത് പ്രാർത്ഥിക്കുന്ന சொல்றது അത് ദീനിൽ ഗൗരവമുള്ളതിനെ വിഷയം. അതിന്റെ സഹോദരന്മാരെ ഹൈറായിട്ടുള്ള എന്ത് ദുആ നമുക്ക് പ്രാർത്ഥിക്കാം. ഹറാമാവാത്ത ഹൈറായ എന്ത് ദുആ അങ്ങനെ ഭാഷ നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ചൊല്ലുത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിന്റെ ദിക്റ് സ്വന്തം ഉറക്കത്തും ഞങ്ങൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിന്റെ വഈഫായ കണ്ടേ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനൻ നാർ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിന്റെ സ്വന്തം കളവ് ചൊല്ലുവാ അവನು നരകത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിക്കട്ടെ സ്വന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടി തന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ നമ്മൾ ഒരു കാര്യം சொல்றான் തായി അത് എന്ത് വേണോ അതിന്റെ വിഷയത്തിൽ നാം ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടായിക്കോണം നാം അത് சொல்றനായി. നോക്കൂ, റജബ് തിങ്കളുടെ വിഷയത്തിൽ എത്ര വഈഫായിട്ടുള്ള ഹദീസായിരിക്കും ഇന്റെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ ഓടി നോക്കുന്നൊന്നുമില്ല. അതിന് ഞങ്ങൾ എന്താക്കുക, ഷെയർ ആക്കുക. ഒരു മൈക്രോ സെക്കൻഡറി 1000 കൊണ്ടതായ ആത്മാർഗിക്ക് അത് പ്രചരിച്ചുകൊണ്ടില്ല. അപ്പൊ സഹോദരന്മാർ ജാഗ്രതാക്കണമായ വിഷയിക്കുക. ഓരോന്നും പ്രചരിക്കുമ്പോഴത്തേക്കും ഷെയർ ആക്കുമ്പോഴത്തേക്കും നല്ല ജാഗ്രതാക്കണം. ഇത് വഈഫായ ഹദീസ് സ്വഹീഹ സൗത്ത് മനസ്സിലാക്കി തയ്ക്കണം. അതിനെ ഞങ്ങൾ ഷെയർ ആക്കണമായ സുഖലരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പാട്ട അതേ കരുതിയെന്ന് നല്ലതല്ലേ, ഒരു ദിക്റല്ലേ, സ്വന്തം എന്തു മാക്കാം സ്വന്തമുള്ളതല്ല ഇസ്ലാം നമുക്ക് പഠിപ്പാട്ട് തന്നു. നോക്കൂ, മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് അയാളുടെ മുട്ട ഒരാൾ പറഞ്ഞ് കേൾക്കോ, ഇഹ്റാമിലാണ് എവിടേക്ക് ഞാൻ ഇഹ്റാം പ്രവേശിക്കുന്നത്. അപ്പൊ അയാൾ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പഠിപ്പാട്ട് തന്നതാ, എവിടെ ഇഹ്റാം കഴിക്കും സ്വന്തം പഠിപ്പാട്ട് തന്നതാ, അവിടേക്ക് നീ ഇഹ്റാം ആക്കാൻ.
அப்ப அதான் சொல்றோம் துல்ஹிஜ்ஜா இஹ்ராம் கட்டுற டைம் அதுக்கு முன்னாடி நான் இருந்தாக்கிறேன், நான் இஹ்ராம் கட்டுறேன். அப்ப அதான் சொல்றோம் இமாம் மாலிக் பின் அனஸ் ரஹிமஹுல்லாஹ் சொல்றோம் அகாஃபு அலைக்கல் ஃபித்னா, நான் நின்ற மேல நான் ஃபித்னரை பேடிச்சோம்ல, நின்ற மேல நான் ஃபித்னரை நான் பேடிச்சோம்ல. ആ മനുഷ്യൻ சொல்றான் ஐ ஃபித்னத்தின் ஃபீ சியாதத்தில் ഖൈർ, എന്ത് ഫിത്ന ഇതിക്ക് நான் சொல்லணும், ஒரு ഖൈർ അല്ലേ, നല്ല വിഷയമല്ലേ நான் சொல்லணும். വേഗമേ ഇഹ്റാം കിട്ടിയ அதுக்கு யாரும் எனக்கு கூலி കിട്ടില്ലേ, ഖൈർ അല്ലേ நான் சொல்லணும். அப்ப யார் சொல்றோம் ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ ആയത്ത് അയാൾ ഓതി കൊടുക്കും. സൂറത്ത് നൂർ 63ാമത്തെ ആയത്ത് فليحذر الذين يخالفون عن امره ان تصيبهم فتنه او يصيبهم عذاب اليم. അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി നമുക്ക് പഠിപ്പാടുന്നു فليحذر الذين يخالفون عن امره. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാടുന്നതായി കൽപ്പിച്ചതായ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായ ഒരു കാര്യം, ആ കാര്യത്തിൽ നിന്ന് ആ പ്രവർത്തനത്തിൽ നിന്ന് എതിരായിട്ട് ആര് പ്രവർത്തിക്കാറാണ് ഫിത്ന ಬಂದದ್ದು ಅಲ್ಲ ದೀನಲ್ಲಿಂತ ತೆರಳುಕೊಂಡು ಹಂಗಾಗಟ್ಟು ಜಾಗೃತ ಆಗಟ್ಟು ಅವು ಮುಸೀಬಹು ಅದಾಬುನ್ ಅಲೀಮ್, ಅಂಕೆ ವೇದನಾ ಭರಿತವಾದ ಶಿಕ್ಷೆಯನ್ನು ಸಮೇತ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഈ ഒരു ഫിത്നയുടെ വിഷയത്തിലേക്ക് ഞാൻ നിന്റെ മേൽ പേടിച്ചോട്ടുള്ള ചോദ്യം ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നു. അപ്പോൾ സഹോദരന്മാർ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ ഈ ഒരു ദീനിന്റെ വിഷയത്തിൽ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ ദീനിലുള്ള കാര്യം എന്തുകൊണ്ട് അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടാത്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാത്തോ പഠിപ്പാടാത്ത ഒരു കാര്യവും ഒരു വിചാരത്തിലുള്ള ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിയാൽ അത് ജാഗ്രതാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് തരുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയതായി ചെറിയും വലിയും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഗുംതിലാത്തും ആക്കിയതായി എല്ലാ പാപത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യിച്ചിട്ടുള്ളതായി അബ്ബാവും അമ്മ അൻക്ക് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയതായി ഞങ്ങളുടെ അബ്ബാവും അമ്മ, ഞങ്ങളുടെ കൂട്ടുകുടുംബക്കാരന്മാർ, ഞങ്ങളുടെ ചെങ്ങായിമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഖബർ വിശാലമാക്കി കൊടുത്തു. അങ്ങനെ നരകം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.